നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ ലഹരി കേസ് തിരിച്ചടിയാകുമെന്ന ആശങ്ക പോലീസിനുണ്ട്. നടൻ ലഹരി ഉപയോഗിച്ചതിന് തെളിവുകൾ കണ്ടെത്താൻ ഇനിയും പോലീസിന് സാധിച്ചിട്ടില്ല. പരമാവധി തെളിവുകൾ ശേഖരിച്ച് ഷൈൻ ടോം ചാക്കോയെ പൂട്ടാൻ തന്നെയാണ് പോലീസിന്റെ നീക്കം. ഇതിനായി ഷൈൻ പ്രതിയായ ലഹരി കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. അതിനിടെ സൂത്രവാക്യം സിനിമയുടെ സെറ്റിൽ വെച്ച് ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് തനിക്കും മോശം അനുഭവം ഉണ്ടായതായി വെളിപ്പെടുത്തി പുതുമുഖ നടിയും രംഗത്തെത്തിയിട്ടുണ്ട്. നടൻ ഷൈൻ ടോം ചാക്കോ പ്രതിയായ ലഹരി കേസ് അന്വേഷിക്കാൻ ACP-മാരായ കെ ജയകുമാർ, അബ്ദുൾ സലാം, രാജ്കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. ഡാൻസ് ഓഫ് സൈബർ ടീം അംഗങ്ങളും സംഘത്തിലുണ്ട്. ഷൈനുമായി ബന്ധപ്പെട്ട വിവരശേഖരണം നടത്തുന്നതിനാണ് അന്വേഷണ സംഘം വിപുലീകരിച്ചത്. ഷൈനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ രണ്ടാം ഘട്ട മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളുമായി പോലീസിന് മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ. ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുള്ള ഷൈനിന്റെ മുടി ഉൾപ്പെടെയുള്ളവയുടെ പരിശോധനാ ഫലം അനുകൂലമായില്ലെങ്കിൽ പോലീസിനെ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളിയാകും. പരിശോധനയുടെ ഫലം പോസിറ്റീവ് ആണെങ്കിൽ തന്നെ ഏത് ലഹരി മരുന്നാണ് ഉപയോഗിച്ചതെന്നും എന്നാണിത് ഉപയോഗിച്ചതെന്നും മറ്റും കണ്ടെത്താൻ കൃത്യമായി സാധിക്കില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇത് പോലീസ് അന്വേഷണത്തിനും തുടർ നടപടികൾക്കും തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. അതിനിടെ ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് തനിക്കും മോശം അനുഭവം നേരിടേണ്ടി വന്നതായി വെളിപ്പെടുത്തി പുതുമുഖ നടിയും രംഗത്തെത്തിയിട്ടുണ്ട്. നടി വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് ഷൈനെതിരെ പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. സൂത്രവാക്യം സിനിമയുടെ സെറ്റിൽ വെച്ച് നിരന്തരം ലൈംഗിക ചുവയോടെയുള്ള ഷൈനിന്റെ സംസാരവും വ്യത്യസ്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളും പ്രയാസമുണ്ടാക്കിയെന്നാണ് നടി അപർണ ജോൺസ് പറഞ്ഞത്. ഷൈൻ സംസാരിക്കുമ്പോൾ വെളുത്ത നിറത്തിലുള്ള പൊടി വായിൽ നിന്നും വീഴുന്നുണ്ടായിരുന്നത് താനും കണ്ടിരുന്നുവെന്നും എന്നാൽ ഇത് എന്താണെന്ന് വ്യക്തമായി പറയാൻ അറിയില്ലെന്നും നടി പറഞ്ഞു. മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഷൈൻ സംസാരിച്ചിരുന്നത്. അതിനാൽ തന്നെ അദ്ദേഹവുമായുള്ള സംസാരത്തിൽ അകലം പാലിച്ചിരുന്നു. എന്തെങ്കിലും തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഷൈൻ എങ്ങനെ പ്രതികരിക്കുമെന്ന കാര്യത്തിലും ഉറപ്പില്ലായിരുന്നു. അതിനാൽ തന്നെ പരമാവധി നിശബ്ദത പാലിക്കുകയാണ് ചെയ്തതെന്നും അപർണ പറഞ്ഞു. News 18 കൊച്ചി.